നമ്മളൊരു ഡോണറ്റ് ചാർട്ട് എങ്ങനെ നമ്മുടെ ടാബ്ലൂവിൽ ഉണ്ടാക്കാമെന്നാണ് നോക്കാൻ പോകുന്നത്. ഡോണറ്റ് ചാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു മോഡിഫൈഡ് പൈ ചാർട്ടാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് 2 പൈ ചാർട്ട് ഉണ്ടാക്കിയിട്ട് അത് രണ്ടിനെയും ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ച് ഡോണറ്റ് ചാർട്ടാക്കി മാറ്റാനാണ് പോകുന്നത്. ആദ്യം ഒരു പുതിയ ഷീറ്റ് എടുക്കുക, അതിലാദ്യം ഒരു പൈ ചാർട്ട് ഉണ്ടാക്കുക. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ പൈ ചാർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ നമ്പർ ഓഫ് ആക്സിഡൻറ്റ്സ് എടുത്തു, ആക്സിഡൻറ്റ് സെവിയറിറ്റിയും എടുത്തു. നമ്പർ ഓഫ് ആക്സിഡൻറ്റ്സിനെ ലേബലാക്കി കൊടുത്തു, ആക്സിഡൻറ്റ് സെവിയറിറ്റി കളറാക്കി കൊടുത്തു. അത് കഴിഞ്ഞ് ആക്സിഡൻറ്റ് സെവിയറിറ്റി തന്നെ ഞാൻ ലേബലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് സ്ലൈറ്റ് ആണോ ഫെറ്റൽ ആണോ സീരിയസ് ആണോ എന്ന് അവിടെ എഴുതി കാണിക്കും. ഇനി വീണ്ടും ആക്സിഡൻറ്റ് സെവിയറിറ്റി ഞാൻ എടുത്തിട്ടുണ്ട്, പക്ഷെ അതെനിക്ക് അബദ്ധം പറ്റിയതാണ്. എനിക്ക് ആംഗിളിൽ കൊടുക്കാൻ വേണ്ടി നമ്പർ ഓഫ് ആക്സിഡൻറ്റ്സ് ആയിരുന്നു എടുക്കേണ്ടത്. അത് ആംഗിളിൽ കൊടുക്കും. അത് നമ്പേഴ്സ് ആണല്ലോ, നമുക്ക് ആംഗിൾ എന്ന് പറയുന്നത് ഒരു നമ്പർ അല്ലേ. അപ്പം നമ്പറായിട്ടുള്ള വാല്യൂസ് വേണം അവിടെ കൊടുക്കാൻ. അപ്പം ഞാൻ ആംഗിൾ കൊടുത്തിരിക്കുന്നത് നമ്പർ ഓഫ് ആക്സിഡൻറ്റ്സ് ആണ്. അപ്പോൾ അതിൽ എത്ര സീരിയസ് ആക്സിഡൻ്റ് ഉണ്ട്, എത്ര സ്ലൈറ്റ് ആയിട്ടുള്ള ആക്സിഡൻറ്റ്സ് ഉണ്ട്, ഫേറ്റൽ എത്രയുണ്ടെന്ന് കാണിക്കും. ഇനി ഞാനൊരു പിൽ ക്രിയേറ്റ് ചെയ്തു. അതൊരു പ്ലേസ് ഹോൾഡർ ആയതുകൊണ്ടാണ് മിൻ ഓഫ് 0 എന്ന് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ 2 എണ്ണം ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അവിടെ 2 പൈ ചാർട്ടായിട്ട് മാറും. അത് പില്ലെന്ന് പറയുന്ന ഈ റോയിൽ നമ്മൾ എഴുതുന്ന കാര്യങ്ങളെയാണ് പില്ലെന്ന് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞു ഒന്നിന് മുകളിൽ ഒന്നെന്നുള്ള രീതിയിലായിരിക്കും ഇത് വരിക, 2 പൈ ചാർട്ടും. അപ്പോൾ ഇതിൽ താഴത്തെ പൈ ചാർട്ട് മുകളിലത്തെ പൈ ചാർട്ടിൻ്റെ മുകളിൽ കയറി ഇരിക്കുകയാണ് ചെയ്യുക. അപ്പം ഞാൻ താഴത്തെ പൈ ചാർട്ടിൽ നിന്ന് നമ്പർ ഓഫ് ആക്സിഡൻറ്റ്സ് ഒഴിച്ച് ബാക്കി എല്ലാ കണ്ടൻറ്റും എടുത്ത് മാറ്റി. എന്നിട്ട് അതിൻ്റെ സൈസ് ഇച്ചിരി കൂട്ടി കൊടുത്തു. ഇനി കളർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. നമുക്കിഷ്ടമുള്ള കളറൊക്കെ ചൂസ് ചെയ്യാം. സൈസും കളറും ഒക്കെ നമുക്കിവിടെ മാറ്റി കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. ഇനി മുകളിലത്തെ പൈ ചാർട്ടിൻ്റെ ആ സൈസ് അത് കുറച്ചൊന്ന് വലുതാക്കി കൊടുക്കണം. അല്ലെങ്കിൽ അത് ഈ താഴത്തെ പൈ ചാർട്ടിൻ്റെ അടിയിലായിപ്പോവും. അതിൻ്റെ വലിപ്പം കുറച്ച് കൂട്ടി കൊടുത്തു, എൻറ്റയർ വ്യൂ കൊടുത്തു. അത് രണ്ടിനും എൻറ്റയർ വ്യൂ കൊടുത്തോളൂ, അതിൽ കുഴപ്പമില്ല. കളറൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇനി നമ്മൾക്ക് ഇതിൻ്റെ ആക്സിസ് ഒന്നാക്കണം. അതിന് താഴത്തേൻ്റെ ആക്സിസ് വേണം സെലക്ട് ചെയ്യാൻ. അതിൽ നിന്ന് ഡുവൽ ആക്സിസ് എടുക്കുക. അപ്പോൾ 2 പേരുടെ ആക്സിസ് ഒന്നാകും. അപ്പോൾ ഒന്നിന് മുകളിൽ ഒന്നെന്നുള്ള രീതിയിൽ വരും. ഇത്രയേ ഉള്ളൂ സംഭവം ശരിക്കും. അപ്പം ഒരു മീനിങ് ഡാറ്റ ആയിരിക്കണം. നിങ്ങളിങ്ങനെ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡാറ്റ എടുക്കാം. ഞാനിതാണ് എടുത്തിട്ടുള്ളത്.